പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ പറ്റി പറയുകയാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പരിശുദ്ധമായ അല്ലാഹുവിന്റെ കലാം, അതിലെ ഓരോ കലിമത്തിലും വലിയ അത്ഭുതങ്ങളുണ്ട്, വലിയ രഹസ്യങ്ങളുണ്ട്, വലിയ ഹിക്മത്തുകളുണ്ട്. എത്ര തഫ്സീറുകൾ, എത്ര വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ചാലും തീരാത്ത വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് പരിശുദ്ധമായ ഖുർആൻ. അതിലൂടെ അല്ലാഹു പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതേ മനുഷ്യ ജിന്ന് വർഗത്തിനെ നാം പടച്ചത് എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതാകണം. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട സമയങ്ങളിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിനെ ഓർക്കേണ്ട സമയങ്ങളിൽ അല്ലാഹുവിനെ ഓർത്തു ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ല ഉസ്താദേ, എപ്പോഴും അള്ളാഹുവിന് വേണ്ടി ഇങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സമ്പാദ്യമൊക്കെ ഒരുമിച്ച് കൂട്ടണ്ടേ? നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ എന്ന് ചിന്തിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ സമയവും അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കാൻ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈനംദിന ജീവിതങ്ങളിൽ സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു 5 വഖ്ത് നിസ്കാരം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി മുടങ്ങാതെ നിസ്കരിക്കാൻ നിങ്ങളുടെ ജീവിത ശൈലികളിൽ നിങ്ങൾ ശീലിക്കേണ്ടതുണ്ട്. കൃത്യമായി നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞ സമയങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാതെ എല്ലാ സമയവും അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂറിലും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടില്ല. നിസ്കാരത്തിന് എത്ര മിനിറ്റാ നമുക്ക് ആവശ്യമാകുന്നത്? വെറും 5 മിനിറ്റോ 4 മിനിറ്റോ മാത്രം മതിയാകുന്ന 4 റക്അത്ത് നിസ്കാരത്തിന് 5 വഖ്ത് നിസ്കാരം സമയം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ വെറും 25 മിനിറ്റ് അല്ലേ? 24 മണിക്കൂർ നിന്നും 25 മിനിറ്റ് അല്ലേ അല്ലാഹുവിന് വേണ്ടി പ്രധാനമായിട്ടും ഇബാദത്ത് ചെയ്യേണ്ടത്? അതുപോലും ശ്രദ്ധിക്കാതെ, അശ്രദ്ധമായി കൊണ്ട് അതെല്ലാം പ്രവർത്തിക്കാതെ നിരാകരിച്ച് കളയുന്നൊരു അടിമയായി നമ്മൾ മാറിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ആദ്യമായി ചോദിക്കുന്നത് നിസ്കാരത്തിനെ പറ്റിയാ. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും മരണപ്പെടുന്ന അവസരത്തിൽ നാം ഖേദിച്ചിട്ട് കാര്യമില്ല. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. മരിക്കാൻ പോകുന്ന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാമിനോട് അല്പമെങ്കിലും സമയം നീട്ടിത്തരണേ എന്ന് നാം ഖേദിച്ചുകൊണ്ട് ചോദിക്കുമ്പോ ഒരു സമയം പോലും പ്രിയപ്പെട്ടവരെ നീട്ടിത്തരില്ല. മരണമെന്ന സത്യം നമ്മുടെ തേടിയെത്തുന്നതാണ്. ആ സമയം ഖേദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം. സുബ്ഹാനഹു വ തആലയെ മുഴു സമയങ്ങളിലും ചിന്തിച്ച് എല്ലാ സമയത്തും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിന് തൃപ്തിപ്പെട്ടതാക്കിക്കൊണ്ട് ജീവിച്ച ഒരുപാട് മഹാരഥന്മാർ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയി. നമ്മളിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അതല്ലേ ഒരു മഹാകവി പാടിയത്, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തലഖദ് ദുനിയാ വഖഫുൽ ഫിതനാ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് ബുദ്ധിയുള്ള അടിമകളുണ്ട്.
ആ ബുദ്ധിമാന്മാരായ അടിമകൾ ദുനിയാവിന്റെ പളപളപ്പുകളിൽ ആകൃഷ്ടരാകാതെ ദുനിയാവിന്റെ ഫിത്നയെ ഭയന്നുകൊണ്ടിട്ട് അവർ ദുനിയാവിനെ തൊലാഖ് ചൊല്ലി, അവർ ദുനിയാവിനോട് വിട പറഞ്ഞുകൊണ്ടിട്ട് നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന. അവർ ഈ ദുനിയാവിനെ കുറിച്ച് ചിന്തിച്ചപ്പോ അവർക്ക് മനസ്സിലായി അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ഇത് സുന്ദരമായ സുഖസൗകര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നവർ മനസ്സിലാക്കിയപ്പോ ജഅലുഹാ ലുജ്ജതൻ വത്തഖദു സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫ്നാ. അതേ, ഈ ദുനിയാവിനെ ഒരു പരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു കടല് പോലെയാക്കിക്കൊണ്ടിട്ട് വത്തഖദു സ്വാലിഹൽ അഅമാൽ, നല്ല നല്ല സൽക്കർമ്മങ്ങളെ അവരാക്കി ഫീഹാ, ആ പരാവാരം പോലെ പരന്നു കിടക്കുന്ന കടലിൽ സുഫ്ന, ഒരു കപ്പലാക്കിക്കൊണ്ടവർ ജീവിച്ചു. അങ്ങനെ ഒരുപാട് അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിന് പൊരുത്തപ്പെടാത്ത ഒരു പ്രവർത്തനങ്ങളും അവർ ചെയ്യില്ല. ഒരു സമയങ്ങളിലും അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവരാണ്. അടിമകളെ പറ്റിയ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായ അടിമകൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും യാതൊന്നിനെയും ഭയക്കണ്ട, യാതൊരു വിഷമവും വിഷമിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരു ലോകവും അല്ലാഹു വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ നാം ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിനെ ഓർക്കേണ്ട സമയം നാം കണ്ടെത്തണം. അല്ലാഹുവിനെ എല്ലാ കാര്യത്തിലും ശുക്ർ ചെയ്യണം. അല്ലാഹുവിനെ ഓർക്കാത്തൊരു സമയവും നമ്മളിൽ നിന്നും കടന്നു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ അടിമകളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ.